അപ്പോൾ നമ്മുടെ ബട്ടർ എല്ലാവരും ചെയ്ത് നോക്കണം, കമൻറ്റ് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബട്ടർ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയറും ചെയ്യണം. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ബട്ടർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിന് പാല് മാത്രം കയ്യിൽ കരുതിയാൽ മതി. ബട്ടർ ഉണ്ടാക്കാനായി ആദ്യം നമുക്ക് പാല് തിളപ്പിക്കണം. അത് ഒരു ദിവസത്തെ പാലിൻ്റെ പാട കൊണ്ട് നമുക്ക് ബട്ടർ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു 15 ദിവസത്തെ പാട ഉണ്ടെങ്കിൽ നമുക്കൊരു 200-250 ഗ്രാം ബട്ടർ എടുക്കാം. ഇപ്പോൾ ബട്ടർ നെയ്യില്ലാത്ത പാലാണ് ഇപ്പോൾ കവർ പാലിൽ കിട്ടുന്നത്. നാട്ടിലെ പശുക്കളുടെ പാല് കിട്ടുമെങ്കിൽ അത് മേടിച്ച് നമുക്ക് പാട എടുത്ത് വെച്ചിരുന്നാൽ ഇഷ്ടം പോലെ ബട്ടർ കിട്ടും. അതുപോലെ തന്നെ നെയ്യും ഉണ്ടാക്കാം അതിനകത്തു നിന്നും. പിന്നെ പാല് തിളപ്പിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, എന്നാലേ നെയ്യ് തെളിഞ്ഞ് വരത്തുള്ളൂ. തിളച്ച് കഴിഞ്ഞാൽ ഒരു 4-5 മിനിറ്റെങ്കിലും ചെറിയ തീയിലിട്ട് തിളപ്പിക്കണം. ഇടയ്ക്ക് ഇളക്കി തിളപ്പിക്കണം. പാല് തിളപ്പിച്ചിട്ട് വാങ്ങി വെക്കാം. വാങ്ങി വെച്ചിട്ട് അടച്ചു വെക്കരുത്. അതിൻ്റെ ആവി ഇറങ്ങിയിട്ട് പാട നനഞ്ഞു പോകും. അപ്പം നല്ല സ്റ്റിഫായിട്ടുള്ള പാട എടുക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് തുറന്നു വെക്കണം. ഇതേ രീതിയിൽ ഒരു സ്പൂൺ വെച്ചിട്ട് അടപ്പ് വെക്കുകയാണെങ്കിൽ ആവി ഇറങ്ങത്തുമില്ല, കാറ്റടിച്ച് പാട നല്ല സ്റ്റിഫായി കിട്ടുകയും ചെയ്യും. ഇനി പാലിൻ്റെ പാട നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം 2.5 മണിക്കൂറായി. നമുക്കിനി അത് പാട എടുക്കാം. ഇതുപോലെ തന്നെ കുറേ ദിവസം എടുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ച പാടയാണ് ഇത്. ഇത് നമുക്ക് ഇന്ന് ബട്ടർ അടിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് തൈര് ഒഴിച്ച് ഉറ കൂടാൻ വെക്കണം. അപ്പോൾ ഉറ കൂടാതെ ആണെങ്കിലും നമുക്ക് ബട്ടർ അടിക്കാൻ ബുദ്ധിമുട്ടില്ല. ഉറ കൂടി അടിച്ചാൽ അതിന് ഗുണം കൂടും. തൈര് ഉണ്ടാക്കുന്ന പോലെയുള്ള പ്രോബയോട്ടിക് ഇതിൻ്റെ അകത്ത് കൂടുകയും നമുക്ക് ശരീരത്തിന് നല്ല ആരോഗ്യപരമായിട്ടുള്ള അണുക്കൾ ഉണ്ടാക്കുകയും ചെയ്യും, തൈര് പോലെ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഉറ ഒഴിച്ച് ഉറ കൂടാൻ വെക്കാം. ഉറയൊഴിച്ച് രാത്രി മുഴുവൻ വെച്ചിരുന്ന പാൽപ്പാടയാണ് ഇത്. ഇനി നമുക്ക് ബട്ടർ അടിക്കാൻ എടുക്കുകയാണ്. ഇത് നല്ല തണുപ്പിച്ച് അടിക്കുകയാണെങ്കിൽ കൂടുതൽ ബട്ടർ കിട്ടുകയും എളുപ്പം ബട്ടർ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ പുറത്തിരുന്നുകൊണ്ട് തണുപ്പ് കുറവാണ്. ഒന്നുകിൽ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കുറച്ചുകൂടി തണുപ്പിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഐസും കൂടെ ഇട്ട് അടിക്കാം. ഞാനിപ്പോൾ കുറച്ച് ഐസ് ഇട്ട് ഇത് അടിക്കാൻ പോവുകയാണ്. കുറച്ച് വെള്ളവും ഐസും ഒക്കെ ഇട്ട് ഇത് അടിച്ചെടുത്താണ്. ഒരു 5 മിനിറ്റ് കൂടുതൽ നമുക്ക് ഇത് അടിക്കേണ്ടി വരും. പാത്രം വലുതും അകത്തുള്ള സാധനം ചെറുതുമാണെങ്കിൽ കുറച്ചേ ഉള്ളൂ എങ്കിൽ നമുക്ക് കുറച്ച് 5 മിനിറ്റ് കൂടുതൽ അടിക്കേണ്ടി വരും. ബട്ടർ തെളിയാൻ താമസമാണെങ്കിൽ നമുക്ക് വേറൊരു സംഗതി ചെയ്യാം. ഈ മിക്സിയുടെ ഈ പൾസ് ഇടത്തോട്ട് ഇങ്ങനെ ഈ ലെഫ്റ്റിലോട്ടൊന്ന് തിരിച്ച് 1-2 പ്രാവശ്യം ചെയ്താൽ നമുക്ക് ബട്ടർ തെളിഞ്ഞ് വരാൻ എളുപ്പമാണ്. അത് പക്ഷേ തുടക്കത്തിൽ ചെയ്യേണ്ട. ഒരു 5 മിനിറ്റെങ്കിലും അടിച്ച് ബട്ടർ തെളിഞ്ഞില്ലെങ്കിൽ ഇടത്തോട്ട് 1-2 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ ബട്ടർ തെളിയാൻ ചാൻസ് ഉണ്ട്. പലപ്പോഴും നമ്മളിത് ബട്ടർ അടിക്കുമ്പോൾ ഇത് ഒരുമാതിരി എല്ലാം കൂടെ കുഴഞ്ഞൊരു ലിക്വിഡായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഈ ഇതേപോലെ ബട്ടർ പൊങ്ങി വരത്തില്ല. അപ്പോൾ അതിനുള്ള 1-2 കാരണം എന്ന് വെച്ചാൽ അടിച്ചത് സമയം പോരാ, അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ വിപ്പിംഗ് ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഇടത്തോട്ടൊന്ന് തിരിച്ച് ഇത് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റെങ്കിലും അടിച്ചാലേ നമുക്ക് സാധാരണഗതിയിൽ ബട്ടർ തെളിഞ്ഞ് വരുത്തതുള്ളൂ. ബട്ടറും വെള്ളമായിട്ട് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം നല്ല പാല് പോലത്തെ അല്ലെങ്കിൽ തൈര് പോലത്തെ തന്നെ സാധനമാണ്. ഇഷ്ടംപോലെ ബട്ടർ മാറ്റി കഴിഞ്ഞപ്പോൾ നല്ല ഒരു തിക്ക് ഫ്ലൂയിഡാണ് നമുക്ക് കിട്ടുന്നത്. ഇത് വേണമെങ്കിൽ മോരുകറി ഉണ്ടാക്കാൻ നമുക്കെടുക്കാം. പിന്നെ ചിലർ ഓരോ പ്രാവശ്യം പാട എടുക്കുമ്പോഴും അതിൻ്റെ അകത്ത് ഉറയൊഴിച്ച് വെക്കും. അങ്ങനെയാകുമ്പോൾ ഇതെടുക്കാൻ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് കാണും. കാരണം 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ ഒരു കയ്പ്പ് രസം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഇതെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യമേ ഉറയൊഴിക്കുന്നുള്ളെങ്കിൽ ഇത് നമുക്ക് മോരുകറി ഉണ്ടാക്കാൻ എടുക്കാം. ഇനി ഇത് ഒന്ന് വാഷ് ചെയ്ത് വെക്കും. ഓരോ പ്രാവശ്യവും കഴുകി വെള്ളം മാറ്റി പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കും. നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളം വെച്ച് തണുപ്പിച്ച് അത് മാറി മാറി ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത്
ഒരു പാൽ കളർ വെള്ളമാണല്ലോ, ഇത് മാറ്റി ഈ വെള്ളം ക്ലിയർ ആവണം. അതുവരെ നമുക്ക് കഴുകേണ്ടി വരും. ഇതിപ്പോൾ 4ാമത്തെ വെള്ളമാണ്. ഇത് നമ്മൾ മാറ്റുവാണ്. വെള്ളം നല്ല ക്ലിയറായി, ഇതിനകത്ത് പാടയൊന്നുമില്ല. ഇത് പല വെള്ളത്തിൽ കഴുകിയെടുത്ത നല്ല ബട്ടറാണ്. ഇത് ഞാനിപ്പോൾ ഇനി പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇത് മൊത്തം നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഉപ്പിട്ട് വെച്ച് നല്ല നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റിയ ബട്ടറായി. ഇനി വേറൊരു ഓപ്ഷനുള്ളത്, നമുക്ക് കുട്ടികൾക്ക് ബ്രെഡിൽ തേച്ച് കൊടുക്കാനാണ് ഈ ബട്ടറെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. ഇതിനകത്ത് 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കി ഫ്രിഡ്ജിൽ വെക്കാം. കുട്ടികൾ ശരിക്കും ഇഷ്ടപ്പെടും. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ്, മാർക്കറ്റിൽ നിന്നൊന്നും മേടിച്ച ഒരു പ്രിസർവേറ്റീവും ഇല്ലാത്ത ബട്ടറാണ്. നല്ല രുചിയാണ് കുട്ടികൾക്കിത്, അതുപോലെ ഹെൽത്തിയുമാണ്. ഇപ്പോൾ ഉപ്പിട്ടു അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടു അതുകൊണ്ട് കേക്കിന് കൊള്ളില്ല എന്ന് വിചാരിക്കേണ്ട. കേക്കിനും വേറെ അഡീഷണൽ ഉപ്പ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഇടാതിരിക്കുകയോ ചെയ്താൽ മതി. പഞ്ചസാര 1.5 സ്പൂൺ കേക്കിന് അത് കൂടുതലൊന്നുമല്ല. നമുക്കിത് ഇനി പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ബട്ടർ എല്ലാവരും ചെയ്ത് നോക്കണം, കമൻറ്റ് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബട്ടർ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയറും ചെയ്യണം.